എബ്രായ ലേഖനം 1-ാം അധ്യായം 8 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഹീബ്രൂസ് ഹീബ്രു 8-12. യെസ് പ്ലീസ്. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ, ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവെ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പുപോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നും പറയുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചതുപോലെ കർത്താവായ യേശു ദൈവമാണ്, ദൈവപുത്രനാണ്. യേശുവിൻ്റെ ദൈവത്വമാണ് ദൂതന്മാരെക്കാൾ യേശുവിനെ ശ്രേഷ്ഠനാക്കുന്ന, ദൂതന്മാരെക്കാൾ മാത്രമല്ല, മനുഷ്യരായി, പ്രവാചകന്മാരായി, യഹൂദ മതത്തിൻ്റെ സ്ഥാപകരായി, പിതാക്കന്മാരായി, മഹാപുരോഹിതന്മാരായി ഉള്ള എല്ലാവറ്റയേക്കാളും യേശുവിനെ ശ്രേഷ്ഠനാക്കുന്നത് അതെ, യേശുവിൻ്റെ ദൈവത്വം തന്നെയെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്വത്തിൽ ഇപ്പോൾ എബ്രഹാം ജോസഫ് പാസ്റ്ററെങ്കിലും നമ്മോട് ഓർപ്പിച്ചുകൊണ്ടിരുന്നത് പോലെ അതിനോടനുബന്ധമായ ദൈവിക പ്രകൃതങ്ങളും സ്വഭാവങ്ങളും കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ ചിലതായിരുന്നു ഇന്നലെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അവിടെ നാം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് കണ്ട കാര്യം ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. സ്തോത്രം. കർത്താവ് നീതിയെ ഇഷ്ടപ്പെടുന്നു. ഹി ലവ്ഡ് റൈച്ചസ്നെസ് ആൻഡ് ഹേറ്റഡ് ഈവൽ. ദുഷ്ടതയെ ദ്വേഷിച്ചു, നീതിയെ ഇഷ്ടപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് നാം പല കാര്യങ്ങളും ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. നാം ഈ വാക്യങ്ങളിൽ മറ്റൊരു വസ്തുത കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ അനന്യതയാണ്. യേശുക്രിസ്തുവിൻ്റെ അനന്യത, യേശുക്രിസ്തുവിൻ്റെ ആരാധ്യത, അതൊക്കെ നമ്മളെടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ യേശുക്രിസ്തു അനന്യൻ, അത് ക്രിസ്തുവിൻ്റെ നിത്യത്വത്തെ കാണിക്കുന്നതാണെന്നും നമ്മൾ കണ്ടു. നമുക്കറിയാം, ഈ ലോകത്തിൽ ധാരാളം സാമ്രാജ്യങ്ങൾ വന്നിട്ടുണ്ട്. Many empires ruled in this world. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടത് ബാബിലോണ്യ സാമ്രാജ്യം നിമ്രോദിൻ്റെ നേതൃത്വത്തിൽ ലോകത്തെ ഭരിച്ചതായിട്ടാണ്. അവിടെ മുതൽക്ക് ഇങ്ങോട്ട് പ്രളയാനന്തര ലോകത്തിൽ, ദ പോസ്റ്റ് ഫ്ലഡ് ഓഫ് നോവ, നോഹയുടെ കാലത്തെ പ്രളയത്തിന് ശേഷമുള്ള ലോകത്തിൽ
നിമ്രോദിൻ്റെ സാമ്രാജ്യം തുടങ്ങി ഇങ്ങോട്ട് ധാരാളം സാമ്രാജ്യങ്ങൾ ഭരിച്ചിട്ടുണ്ട്. പല സാമ്രാട്ടുകൾ വാണിട്ടുണ്ട്. അവിടെയും നിമ്രോദിൻ്റെ പേര് ഒന്നാമതായിട്ട് വരും. പിന്നെ നമുക്ക് വളരെ പരിചയമുള്ള ഫറവോന്മാർ, നെബുക്കദ്നേസർ, അലക്സാണ്ടർ, മറ്റ് പല സിറിയൻ രാജാക്കന്മാർ, ടോളമികളും ഈജിപ്തിലെ ഭരണാധിപന്മാരായിരുന്നു. പണ്ടുണ്ടായിരുന്ന ഈജിപ്ഷ്യൻ ഭരണാധികാരികളെ ഫറവോന്മാർ എന്ന് വിളിച്ചിരുന്നു. പിന്നീട് ഉണ്ടായവരെ ടോളമികൾ എന്നാണ് അവരുടെ സ്ഥാനപ്പേര്, ടോളമികൾ. അപ്പോൾ ടോളമികൾ കൂടാതെ പിന്നിങ്ങോട്ട് വരുമ്പോൾ കൈസർമാർ, റോമൻ ഭരണാധിപന്മാർ, കൈസർമാർ. അവിടെ നിന്നിങ്ങോട്ട് വന്നിട്ട് പോപ്പുമാർ. അവിടെ നിന്നും ഇങ്ങോട്ട് വന്നിട്ടാണ് ഹിറ്റ്ലർ തുടങ്ങിയുള്ള, നെപ്പോളിയൻ തുടങ്ങിയുള്ള, മുസോളിനി തുടങ്ങിയുള്ള വ്യക്തികൾ. ഒടുവിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം, സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന പേരിൽ അറിയപ്പെട്ട ബ്രിട്ടീഷ് സാമ്രാജ്യം. ലോകത്തെ മുഴുവനും അടക്കി ഭരിച്ച സാമ്രാജ്യങ്ങളാണ് നമ്മുടെ മുൻപിലും ചരിത്രത്തിലുമായിട്ടുള്ളത്. ഈ സാമ്രാജ്യങ്ങളിലൊക്കെ ഈ പറയപ്പെട്ട പല സാമ്രാട്ടുകളും, എംപറേഴ്സും ഭരണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ സാമ്രാജ്യങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി അസ്തമിച്ചു. സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രമെന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന ബ്രിട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നമുക്കറിയാം. ഇങ്ങനെ ലോകത്തെ മുഴുവനും കിടുകിട വിറപ്പിച്ച സാമ്രാട്ടുകൾ, ബഹുമാനപുരസരം പറയുന്നത് പോലെ, നാട് നീങ്ങി. അവരിൽ പലരും ഇന്ന് കേവലം പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. വലിയ വലിയ രാഷ്ട്ര നിർമ്മാതാക്കൾ. പക്ഷേ അങ്ങനെ ദാനിയേൽ നെബൂഖദ്നേസറിനോട് പറഞ്ഞതുപോലെ, ദാനിയേൽ 2-ാമത്തെ അധ്യായത്തിൽ നെബൂഖദ്നേസറിനുണ്ടായ സ്വപ്നം പോലെ, തങ്ങളെക്കാൾ താഴ്ന്ന മറ്റൊരു രാജ്യത്തിന് അല്ലെ സാമ്രാജ്യത്തിന് തങ്ങളുടേതെല്ലാം വിട്ടുകൊടുത്തിട്ട് കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞു പോകുന്ന സാമ്രാട്ടുകളും സാമ്രാജ്യങ്ങളുമാണ് ലോകത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഉണ്ടാകുന്നെങ്കിലും അങ്ങനെ തന്നെ. പക്ഷേ ഇവിടെ ഇതാ മറ്റൊരുവൻ, ഒരു രാജാവ്, ഒരു ഭരണാധിപൻ, ഒരു രാഷ്ട്ര നിർമ്മാതാവ്. സ്തോത്രം. അവൻ്റെ പേര് നസറായനായ യേശു എന്ന്. അവൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നീയോ അനന്യൻ. സ്തോത്രം. ഈ ലോകത്തിൽ ഭരണം നടത്തിയവരെല്ലാം അനീതിയിലാണ് ഭരണം നടത്തിയത്. എന്നാൽ ഇവിടെ ഒരുവൻ നീതിയോടെ ഭരണം നടത്തും. അവൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നമ്മൾ പാടുന്നത് പോലെ, നീതിയോടെ രാജ്യഭാരമേൽപ്പാൻ ഭൂവിൽ വേഗം വരുന്ന നാമം. സ്തോത്രം. അതെ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഭരണം ഒന്ന് നീതിയോടെ. ഈ ലോകത്തിലെ ഭരണങ്ങളെല്ലാം അനീതിയിൽ
സ്വജന പക്ഷപാതത്തിൽ ഒക്കെ ഊന്നി നിൽക്കുന്നതാണ്, അനീതിയിലും അന്യായത്തിലും. അതുകൊണ്ടാണ് ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുമ്പോൾ പഴയ സർക്കാരിലുണ്ടായിരുന്നവരെ പിടിച്ച് ജയിലിലിടുന്നത്, അവർക്കെതിരെ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഈവൻ സഭാതലങ്ങളിൽ പോലും അങ്ങനെയാണ്. ലോക്കൽ സഭാതലത്തിൽ പോലും അങ്ങനെ കണ്ടുവരുന്നു. ഒരു കമ്മിറ്റി മാറി അടുത്ത കമ്മിറ്റി വരുമ്പോൾ പഴയ കമ്മിറ്റിയുടെ പല കാര്യങ്ങളെയും റദ്ദാക്കുന്നു, അവരുടെ തീരുമാനങ്ങളെ പലതിനെയും റദ്ദാക്കുന്നു, അവരുടെ വരവ് ചെലവ് കണക്കുകളെ ഒന്നും കൂടെ ഒന്ന് വിലയിരുത്തുന്നു, അതിൽ പഴുതുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. പലയിടത്തും കാണാനും സാധിക്കും. അപ്പോൾ ഓരോ ഭരണസമിതി മാറുമ്പോഴും പ്രാദേശിക സഭകളിൽ പോലും എന്തെങ്കിലുമൊക്കെ അരുതായ്മകളുണ്ട്. പിന്നെയാണോ ഒരു സംസ്ഥാനം, ഒരു രാഷ്ട്രം ഒക്കെ ഭരണമാറ്റം സംഭവിക്കുമ്പോൾ കടന്നു പോകുന്ന വല്ലാത്ത അവസ്ഥകൾ. അതുകൊണ്ട് തന്നെ ഭരണകക്ഷികൾ തോറ്റു കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ തോറ്റാൽ അവരിൽ പലരും ചിലപ്പോൾ ജയിലിലാകും, അടുത്ത മറ്റ് പാർട്ടി ഭരണത്തിൽ വന്നാൽ. വളരെയധികം ഭയക്കുന്നു. കാരണം ഇതാണ്, അവരുടെ ഭരണം നീതിയുക്തമായിരുന്നില്ല, പല തീരുമാനങ്ങളും നീതിയുക്തമായിരുന്നില്ല. അനീതിയിൽ കുളിച്ചു കിടക്കുന്ന ലോകം എല്ലാ രാജ്യങ്ങളിലുമുണ്ട്, ഏത് സർക്കാർ ഭരിച്ചാലുമുണ്ട്, ഏത് രാഷ്ട്രീയ പാർട്ടി സർക്കാർ ഉണ്ടാക്കിയാലും ഇത് തന്നെ സ്ഥിതി. പ്രതിപക്ഷം നോക്കുമ്പോൾ പല പഴുതുകളുണ്ട്. എന്നാൽ ആ പശ്ചാത്തലത്തിലാണ് ക്രിസ്തുവിനോടുള്ള ഈ പ്രഖ്യാപനം പ്രസക്തമാകുന്നത്. സ്തോത്രം. നിന്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള അല്ലെങ്കിൽ നീതിയുള്ള ചെങ്കോൽ. അവനിൽ യാതൊരു അനീതിയും ആർക്കും ആരോപിക്കുവാൻ കഴിയാത്തതുപോലെ നമ്മുടെ കർത്താവിൻ്റെ ഭരണം നീതിയുക്തമായിരിക്കും, പക്ഷാഭേദമില്ലാതെ. യാതൊരു തരത്തിലും മുഖപക്ഷമില്ലാതെ ഭരണം നടത്തുന്ന ഒരു രാജാവ്. ആരൊക്കെ എത്രയെല്ലാം വാഗ്ദത്തങ്ങൾ ഇലക്ഷൻ സമയത്ത് തന്നാലും അവയൊന്നും പാലിക്കപ്പെടുന്നില്ലെന്നുള്ളത് നഗ്നസത്യമാണ്. നമ്മുടെ അകം നീതിക്ക് വേണ്ടി കൊതിക്കുന്നുണ്ടാകാം. യേശുക്രിസ്തു മത്തായി 5-ാം അധ്യായത്തിൽ നടത്തിയ അഷ്ടഭാഗ്യവർണ്ണനയിൽ, ബിയാറ്റിറ്റ്യൂഡ്സിൽ നാം കാണുന്നുണ്ട്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഈ അനീതിയുള്ള ലോകത്തിൽ നമ്മുടെയും ഹൃദയം നീതിക്ക് വേണ്ടി കൊതിക്കുന്നുണ്ടാകാം, ദാഹിക്കുന്നുണ്ടാകാം, സഭാതലത്തിൽ ഉൾപ്പെടെ. ബാക്കിയുള്ളത് പിന്നെ നമ്മൾ എടുക്കണ്ടല്ലോ. സഭാതലത്തിൽ വരെ നീതികേട് നാം കാണുന്നു. അത് കണ്ട് മനസ്സുരുകുന്നു, വല്ലാത്ത വലച്ചിൽ തോന്നുന്നു. ലോത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രയോഗം ഞാൻ അങ്ങ് എടുത്തുന്നേ ഉള്ളൂ. അപ്പോസ്തലന്റെ വാക്കുകൾ കടമെടുത്തതാണ്. ഭയങ്കര വലച്ചിൽ, വല്ലാത്ത മാനസിക ആഘാതം നേരിടുന്നു. അങ്ങനെയുള്ള വല്ലാത്ത സന്ദർഭങ്ങളിലൂടെ ദൈവസഭ, ദൈവമക്കൾ, വിശുദ്ധന്മാർ കടന്നു പോകുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് നീതി, ന്യായം, നേര്, സത്യം
ഇതൊന്നും പ്രതീക്ഷിക്കുവാൻ ഒരു വകയുമില്ല. ഇനി ആരൊക്കെ എത്രയൊക്കെ വാഗ്ദത്തം ചെയ്താലും ശരി, സ്തോത്രം, എത്രയൊക്കെ വാഗ്ദത്തം ചെയ്താലും ശരി. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഉള്ളപ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നീതിയോടെ ഭരിക്കുവാനായിട്ട് കടന്നു വരുന്നുണ്ട്. അവൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ളത്, നീതിയുള്ളത്. സ്തോത്രം. നമ്മുടെ കർത്താവിൽ മാത്രമേ നമുക്ക് നീതിയും ന്യായവും സത്യവും ഒക്കെ ലഭിക്കൂ എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. സ്തോത്രം. അതിനു പകരം ഇന്ന് നമ്മുടെ പെന്തക്കോസ്ത നേതൃത്വത്തിലുള്ളവർ പോലും കേരളത്തിൽ, എനിക്ക് തോന്നുന്നു, ഇലക്ഷന് നിന്നോ എന്നെനിക്കറിയില്ല, നിൽക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വിവരം ഞാൻ കേട്ടിരുന്നു. നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ, നമുക്ക് നീതി നേടിത്തരുവാൻ, നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരാളിനെ നമുക്ക് ഭരണതലത്തിലേക്ക് അയക്കണമെന്ന നിലപാടിലാണ് ചെയ്യുന്നത്. പക്ഷേ ഭൂമിയിലെ ഒരു ഭരണത്തിനും നീതിയുക്തമായ ഭരണം കാഴ്ചവെക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഒരു കൗൺസിലറിനെയോ ഒരു മെമ്പറിനെയോ ഒരു MLA-യോ MP-യെയോ വേണ്ട, ഒരു ഗവർണറെയോ കളക്ടറെയോ മുഖ്യമന്ത്രിയെയോ ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും എത്തിച്ചാൽ കാര്യങ്ങൾ ശരിയായി പോകുമെന്ന നിലപാട് നമുക്ക് വേണ്ട, നടക്കത്തില്ല. എന്നാൽ അതിനപ്പുറം നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ കർത്താവ് രാജാവായി ഭരണമേൽക്കുന്നതിലായിരിക്കട്ടെ. സ്തോത്രം. അതാണ് ഒന്ന് നാം കാണുന്നത്. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ നീതിയുക്തമായ ഭരണം. മറ്റൊന്നാണ് യേശുക്രിസ്തുവിൻ്റെ അനന്യത. സ്തോത്രം. നീയോ അനന്യൻ, അങ്ങ് സൃഷ്ടിച്ച ഇവയെല്ലാം മാറിപ്പോകും, എന്നാൽ അവിടുത്തേക്ക് യാതൊരു മാറ്റവുമില്ല. സ്തോത്രം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. മുസോളിനി ആയാലും അലക്സാണ്ടർ ആയാലും ഹിറ്റ്ലർ ആയാലും നെപ്പോളിയൻ ആയാലും ഏതെല്ലാം ഭരണാധിപന്മാരായാലും അവരൊക്കെ മാറിപ്പോയി. മരണം കൊണ്ട് മാറി, ഭരണവും മാറി, ഭരണകർത്താക്കളും മാറി. സ്തോത്രം. ഭരണങ്ങൾ മാറി. പ്രതിപക്ഷം ഭൂരിപക്ഷം പ്രാപിച്ചപ്പോൾ ഇവിടെ ഭരണപക്ഷത്തിന് സത്തായ സിംഹാസനം, ഭരണം നഷ്ടപ്പെടുന്നു. മറ്റു ചിലർ ഭരണത്തിൽ ഇരിക്കെ തന്നെ മരണത്താൽ നീങ്ങിപ്പോകുന്നു. ഇത് രണ്ടും ഇല്ലാത്ത ഒരു സാമ്രാജ്യം സ്ഥാപിക്കപ്പെടാൻ പോകുന്നു. മറ്റൊരു ഭരണത്തിന് മാറ്റം മാറിക്കൊടുക്കാത്ത സ്ഥിരമായ ഭരണവും മരണത്താൽ മാറിപ്പോകാത്ത ഒരു ഭരണാധിപനും. സ്തോത്രം. അതും നമ്മുടെ കർത്താവായ യേശു തന്നെ. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു തന്നെ. അത് യേശുക്രിസ്തുവിനെ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാക്കുന്നു എന്നാണ് ഇവിടെ എബ്രായ ലേഖനകർത്താവ് നമ്മോട് പറയുന്നത്. സ്തോത്രം. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. സ്തോത്രം. ആർക്കും അപഹരിപ്പാൻ കഴിയാത്ത, മറ്റാർക്കും വേണ്ടി മാറിക്കൊടുക്കാത്ത ഒരു നിത്യമായ ഭരണം, മരണത്താൽ മാറാത്ത ഭരണാധിപനും. അതാണ് നാം ആ ഭാഗത്ത് കാണുന്നത്. സ്തോത്രം.
നാം ആ ഭാഗത്ത് കാണുന്നത്. ജോനാഥാൻ എഡ്വേർഡ്സ് ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം ഞാൻ വായിക്കാം. എന്നും എന്നേക്കുമുള്ളതെന്ന് യേശുക്രിസ്തുവിനോട് പിതാവ് പറയുന്ന ആ പ്രയോഗത്തെക്കുറിച്ച് ജോനാഥാൻ എഡ്വേർഡ്സ് പറയുന്നത്, it rightly reminds us that earthly monarchies that ever have been, those that have ruled over the bigger part of the known world, as particularly the Grecian and Roman empires, they have come to an end, but Christ is an everlasting kingdom. His throne is forever and ever. ജോനാഥൻ പറയുന്നത്, അന്ന് അറിയപ്പെട്ടിരുന്ന ലോകത്തിൻ്റെ ഭൂരിഭാഗവും ഭരിച്ചിരുന്ന ഗ്രീക്കും റോമൻ സാമ്രാജ്യങ്ങൾ പോലെയുള്ള മഹൽ സാമ്രാജ്യങ്ങളൊക്കെ അസ്തമിച്ചുപോയി. സ്തോത്രം. അവയെല്ലാം മാറിപ്പോയി, അവയെല്ലാം തീർന്നു, അസ്തിത്വം തന്നെ ഇല്ലാതെയായി. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, അവൻ്റെ ഭരണത്തിന് മാറ്റമില്ലെന്ന് നാം ഇവിടെ കാണുകയാണ്. സ്തോത്രം. The Son is God. Worship Him in reverence. Let your theology shape your doxology. അതെ, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു, ദൈവപുത്രനായ യേശു ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ഭയഭക്തി പൂണ്ട് ആ ദൈവമായിരിക്കുന്ന, ദൈവപുത്രനായിരിക്കുന്ന യേശുവിനെ തന്നെ ആരാധിക്കുക. സ്തോത്രം. അതെ, ഈ നിത്യനായ ദൈവത്തെ തന്നെ നാം ആരാധിക്കുക. സ്തോത്രം. നാം അവിടെ നിന്നും കണ്ടുകൊണ്ടിരുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ശ്രേഷ്ഠതകളാണ്. യേശുക്രിസ്തുവിൻ്റെ നിത്യത്വവും രാജ്യത്വവും മശിഹാത്വവുമെല്ലാം നാം അവിടെ കണ്ടു. സ്തോത്രം. അതിൽ നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം, യേശു കർത്താവിൻ്റെ അനന്യതയും നാം കാണുകയുണ്ടായി. ബിലീവേഴ്സ് ബൈബിൾ കമൻട്രിയിൽ വില്യം മാക്ഡൊണാൾഡ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, he beautifully phrases this thing. Now follows a galaxy of glories in which the Son is seen to be incomparable. സ്തോത്രം. നമ്മുടെ ദൈവപുത്രനായ യേശുക്രിസ്തു അനുപമമായ നിലയിൽ കാണപ്പെടത്തക്കതുപോലെ തേജസ്സിൻ്റെ, മഹത്വത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ നാം ഇവിടെ കാണുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവിനെ നിരുപമനാക്കുന്ന, അനുപമനാക്കുമളവിൽ, തുല്യം ചൊല്ലാനൊക്കാത്ത അളവിൽ മഹത്വവാനാക്കുന്ന
സ്തോത്രം. തേജസ്സിൻ്റെ, മഹത്വത്തിൻ്റെ വലിയ കൂമ്പാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. സ്പർജന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലെറ്റ് ഹിം ബി ക്രൗൺഡ് വിത്ത് മാജസ്റ്റി who bowed his head to death, and be his honors sounded high by all things that have breath. മരണത്തിൽ തൻ്റെ തല ചായിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ, സ്തോത്രം, യേശുക്രിസ്തു മഹത്വത്താൽ മഹത്വം അണിഞ്ഞവനായി കാണപ്പെടട്ടെ, തേജസ് ഉടുത്തവനായി അവൻ കാണപ്പെടട്ടെ. സ്തോത്രം. ആര്? മരണത്തിൽ തൻ്റെ തല ചായിച്ചവൻ. തൻ്റെ തോളോട് തോളിലേക്ക് തല ചായിച്ച് അവൻ പ്രാണനെ വിട്ടു. സ്വന്തം തോളിൽ തല ചായിച്ച് പ്രാണനെ വിട്ട ദൈവത്തിൻ്റെ പുത്രൻ അവൻ തേജസ് ധരിച്ചവനായിരിക്കട്ടെ. സ്തോത്രം. And be his honor sounded high by all things that have been breath. that have breath. ശ്വാസമുള്ള സകലവും സകലരും അവനെ സ്തുതിക്കട്ടെ. സ്തോത്രം. അവൻ്റെ മഹത്വം ഏറ്റവും ഉന്നതമായി പ്രതിധ്വനിക്കട്ടെ. സ്തോത്രം. അത്രയ്ക്ക് ശ്രേഷ്ഠനായ നമ്മുടെ കർത്താവ്. പ്രൈസ് ഗാഡ്. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ മഹത്വം, അത് നമ്മുടെ കർത്താവിനെ, നമ്മുടെ യേശുക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കുന്നതിന്, ബഹുമാനിക്കുന്നതിന് നമ്മെ ഉൾപ്രേരിപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഉൾപ്രേരിപ്പിക്കട്ടെ. അപ്പം നമ്മുടെ കർത്താവിൻ്റെ മഹത്വം, അവൻ എന്നേക്കുമുള്ളവനും അവൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതുമാണെന്നുമുള്ള തിരിച്ചറിവോടെ ഈ കർത്താവിനോടുകൂടെ നിത്യത മുഴുവനും വാഴുവാനുള്ള ഒരുക്കത്തിൽ നമുക്ക് ആയിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അതിനുവേണ്ടി ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.